ഹലോ ഗായ്സ്, ഇറ്റ്സ് മീ അൻഷു. വെൽക്കം ബാക്ക് ടു ചാനൽ ട്രിക്കി ടോക്കീസ്. സോ ഗൈസ്, നമ്മൾ മൈൻക്രാഫ്റ്റ് സർവൈവൽ സീരീസിൻ്റെ 43rd എപ്പിസോഡ് എന്നുള്ളത്. സോ ഇന്ന് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നമ്മൾ വിതർ ബോസിനെ ഫൈറ്റ് ചെയ്യാൻ പോകണം. നമ്മൾ ഈ ഒരു 50 എപ്പിസോഡിന് മുമ്പ് തന്നെ. സോ അതിന് വേണ്ടി നമുക്ക് വിതർ സ്കെൽട്ടൺ സ്കള് കളക്ട് ചെയ്യാൻ പോകണം. നമുക്ക് ഓൾറെഡി ഒരു സ്കൾ നമ്മൾ കിട്ടിയിട്ടുണ്ട്. ബട്ട് നമ്മൾ പരമാവധി ആ സ്കൾ യൂസ് ചെയ്യാതെ പറ്റുമെന്ന് നോക്കും നമ്മൾ. ബിക്കോസ് എന്ന് വെച്ചാൽ ഒരു സ്കൾ നമുക്ക് ഇവിടെ ഡെക്കറേഷന് വെക്കണം എന്നാണ് താല്പര്യം. ബട്ട് അങ്ങനെ ചെയ്യുമെന്ന് ഉറപ്പൊന്നുമില്ല. പരമാവധി നമ്മളത് യൂസ് ചെയ്യാതെ നോക്കും. സോ ഗൈസ്, ഞാൻ നമ്മുടെ ഷൾക്കർ ബോക്സ് ഒന്ന് കളർ ചെയ്താലോ എന്ന് പറഞ്ഞ് വന്നതാണ് ഇങ്ങോട്ട്. അപ്പോൾ കളർ ഡൈ മാത്രം മതി ഗൈസ്, ഡൈ മാത്രം മതി. അപ്പോൾ നമുക്കൊരു വൈറ്റും ലൈറ്റ് ബ്ലൂ ഉണ്ടാക്കാം. നമുക്ക് ചെയ്യാൻ വൈറ്റ് ഡൈ ഇരുന്നോട്ടെ. ഇനിയിപ്പം ബ്ലൂ ഡൈക്ക് ഫ്ലവേഴ്സ് അവിടെ പോയി എടുക്കാം നമുക്ക്. സോ അല്ലെങ്കിൽ വേണ്ടി ബ്ലൂ ഓർക്കിഡ് കോൺഫ്ലവർ എല്ലാം ഉണ്ടായിക്കോട്ടെ. എന്നിട്ട് ഇതോടെ കൊണ്ടുവന്ന് വെക്കുക. സോ ലൈറ്റ് ബ്ലൂ ഡൈ ഒന്ന് നമുക്ക് കിട്ടും അല്ലെങ്കിൽ തന്നെ. സോ അതൊന്ന് ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ. പിന്നെ ഒരു വൈറ്റ് ബോക്സും ക്രാഫ്റ്റ് ചെയ്യാണ്. ഈ 2 വൈറ്റൊന്നും വേണ്ട. സോ ഒരു വൈറ്റും ഒരു ലൈറ്റ് ബ്ലൂ ആയിട്ടുണ്ട് നമുക്ക് ഗൈസ്. നമ്മുടെ ബാക്കി ഡൈ കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് നേരെ പോയിട്ട് നമ്മുടെ ഫ്ലവേഴ്സ് ഇവിടെ വെച്ച് കൊടുക്കുക. ആക്ച്വലി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. നമ്മുടെ റോഡ് ടു 200K ആണ്. പിന്നെ വീഡിയോ മാക്സിമം ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ. സോ ഗൈസ്, നമ്മളങ്ങനെ കളർ അടിച്ചതിന് ശേഷം നമുക്ക് ഈ ഒരു ബ്ലൂ ഇവിടെ എടുത്ത് വെച്ചതിന് ശേഷം നമുക്ക് ഈ ഒരു പർപ്പിളൊക്കെ എടുത്ത് കൊണ്ടുപോകാം. നമ്മുടെ ഈ ഒരു എലൈറ്റർ നമുക്ക് തൽക്കാലമായിട്ട് നമ്മുടെ ഈ ഒരു എൻ്റെ ചെസ്റ്റിൽ വെക്കാം. ബിക്കോസ് എന്ന് വെച്ചാൽ നമ്മൾ നെതർ ഫോർട്ടസിലോട്ട് പോവുകയാണ്. അവിടെ നമുക്ക് എലൈറ്ററിൻ്റെ ആവശ്യമില്ല. അവിടെ നമ്മൾ വിതർ സ്കെൽട്ടൺ എന്ന് വെച്ചാൽ സ്ട്രോങ് ആയിട്ടുള്ളൊരു മോബാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ചെസ്റ്റ് പ്ലേറ്റ് തന്നെയാണ്. സോ അത് നമ്മൾ എടുത്തിട്ടിട്ടുണ്ട്. നമ്മുടെ കോബിൾ സ്റ്റോൺ കാര്യങ്ങളൊക്കെ കുറഞ്ഞ് വരുന്നുണ്ട് ആക്ച്വലി. സോ ഗൈസ്, ഞാനിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് കുറച്ച് നമ്മുടെ സോർട്ടിങ് കാര്യങ്ങളൊക്കെ ചെയ്യാണ്. ആൾക്കാർ ഇവിടെ ഇരുന്നോട്ടെ. പിന്നെ നമ്മൾ ലാസ്റ്റ് എപ്പിസോഡ് നമ്മൾ ഗൺ പൗഡർ ഫാം കാര്യങ്ങളൊക്കെ സക്സസ്ഫുള്ളി ചെയ്തു. പിന്നെ നമുക്ക് വേറൊരു എപ്പിസോഡിൽ ഇനി പോയിട്ട് കേവിങ് കാര്യങ്ങളൊക്കെ ചെയ്യണം ഗൈസ്. ആ ഒരു ഫാം കുറച്ചും കൂടെ ഒന്ന് ബെറ്റർ ആക്കാനൊക്കെ വേണ്ടിയിട്ട്. ബിക്കോസ് എന്ന് വെച്ചാൽ ഇത് നമ്മുടെ AFK ഫാമാണ്. ഇപ്പം നമുക്ക് AFK ഫാം ആകുമ്പോൾ നമ്മൾ അവിടെ പോയിട്ട് എപ്പോഴും നിൽക്കണത്. അതിൻ്റെ ആവശ്യമില്ലാതെ ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഈ ഒരു ഷൾക്കർ ബോക്സിലാണ് ഗൈസ് നമ്മുടെ ഷുഗർ കെയിന്, ഗൺ പൗഡർ, എലൈട്ര, റോക്കറ്റ് കാര്യങ്ങളൊക്കെ വെക്കുന്നത്. എല്ലാ ഗൺ പൗഡർ ഷുഗർ കെയിനൊന്നുമല്ല, കുറച്ച് സ്റ്റേക്കൊക്കെ വെക്കുന്നത് നമ്മൾ. ബിക്കോസ് എന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ആവശ്യത്തിനൊക്കെ എടുക്കാനായിട്ട് അതിൽ സാധനം ഉണ്ടാവുമല്ലോ നമുക്ക്. പിന്നെ ഒരു മാപ്പ് അതിലൊരു നോട്ട് കാര്യങ്ങളൊക്കെ നമ്മുടെ ഇൻവെൻട്രി ഒന്ന് ക്ലീൻ ചെയ്യണം ഗൈസ്. ബിക്കോസ് നമ്മൾ വെച്ചാൽ ഇങ്ങനെ ഒരു പ്രൊജക്റ്റിന് പോകുമ്പോൾ ഇൻവെൻട്രിയിലൊന്നും വേണ്ട. നമ്മുടെ ഇത് നേരെ എങ്ങോട്ട് പോകുന്ന വെച്ചാൽ നമ്മുടെ ഈ ഒരു നെതർ ഫോർട്രസ് ബേസിലോട്ടാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ ഈ ഒരു ബ്ലേസ് ഫാമിൻ്റെ അങ്ങോട്ടാണ് നമ്മളിത് ചെയ്യാൻ പോകുന്നത്. ബ്ലേസ് ഫാമിൻ്റെ അവിടെ പോയിട്ട് ആ ഒരു ഫോർട്രസിൽ പോയിട്ട് നമുക്ക് 3 സ്കള് കണ്ടെത്തണം നമുക്ക്. ഈ ഒരു സ്കള് നമുക്ക് ഇവിടെ തന്നെ വെക്കാനാണ് എൻ്റെ താല്പര്യം. ആണെങ്കിൽ 3-ലധികം കണ്ടുപിടിക്കാനും താല്പര്യമുണ്ട്. ചിലപ്പോൾ നമുക്ക് പറ്റിയില്ലെങ്കിൽ നമ്മുടെ ഈ ഒരു സ്കള് തന്നെ യൂസ് ചെയ്യാനും ചാൻസ് ഉണ്ട്. സോ ഗൈസ്, നമുക്കിനി നേരെ പോവാം. സോ ഗൈസ്, ഇനി ടൈം കളയുന്നില്ല. നമുക്ക് നേരെ നെതർ ഫോർട്രസിൽ എത്തിയിട്ട് ബാക്കി കാണാം. സോ ഗൈസ്, നമ്മളങ്ങനെ തിരിച്ച് നമ്മുടെ ഫോർട്രസിലോട്ട് എത്തിയിട്ടുണ്ട്. സോ നമ്മൾ നേരെ ഇനി പോവാണ്. ഗൈസ്, നമ്മൾ നേരെ നമ്മുടെ ഫോർട്രസിലോട്ട് എത്തിയിട്ടുണ്ട്. അങ്ങനെ ഗൈസ്, ഈ ഒരു ചെസ്റ്റിനെ ഞാൻ നോക്കട്ടെ ഗൈസ്, ഞാൻ മാറുന്നതായിരുന്നു എന്താണ്. സോ ഗൈസ്, നമ്മളിനി നേരെ നമ്മുടെ വർക്കിന് ഇറങ്ങുകയാണ്. നമ്മൾ നേരെ ആ ഒരു ഏരിയയിൽ നിന്ന് ഇങ്ങനെ പോന്നിട്ടുണ്ട് ഗൈസ്. മോബ്സിന് ഇതിപ്പോൾ കാണുന്നില്ല, എന്താണെന്നറിയത്തില്ല ഗൈസ്. ഇവിടെ ആരും ഇല്ല ആക്ച്വലി. സോ ഗൈസ്, നമുക്ക് ഇവിടെ വല്ല
പൊട്ടിക്കാൻ ഗൈസ്. ഇതിൻ്റെ മുകളിൽ നിന്ന് പൊട്ടിച്ച് വെച്ച സ്പേസ് ആക്കാണ് ഗൈസ്. എവിടെ ആരും കാണുന്നില്ല ഗൈസ്, എന്ന സംഭവം അറിയത്തില്ല. ഗൈസ് ഒരു സ്കെൽട്ടണ് മാത്രം വന്നിട്ടുണ്ട് ഇപ്പം പിടിച്ചവിടെ നിന്നോ. ബട്ട് വേറെ ആരും ഇല്ല. നമ്മുടെ വിതർ സ്കെൽട്ടനെ പിടിക്കാൻ വന്നിട്ട് ഇതാരും ഇല്ല. ഇത് ആക്ച്വലി എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ഒരു ഫോർട്രസിൻ്റെ ടോപ്പ് പാർട്ട് എന്താണെന്ന് വെച്ചാൽ അത് ഈ ഒരു ക്രിംസൺ ഫോറസ്റ്റിൻ്റെ ഫ്ലോറായിട്ട് ഇങ്ങനെ ഒരുമിച്ചാണുള്ളത്. നമ്മുടെ അന്നത്തെ എക്സ്പ്ലോറിങ്ങിൽ ഞാൻ കാണിച്ചതാണ്. അതുകൊണ്ട് തന്നെ സ്പോണിങ് കുറവായിരിക്കും. ബിക്കോസ് ഈ ഒരു ക്രിംസൺ ഫോറസ്റ്റിൽ ഒരുപാട് സ്പോണുകൾ ഉണ്ടാവില്ല. അങ്ങനത്തെ കാരണത്താൽ കുറച്ചും കൂടെ റെയർ ആയിരിക്കും ഇവർ. സോ ഗൈസ് നമ്മുടെ ഒരു വരുമ്പോൾ കുറച്ച് ബാരിയേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കെട്ടിയിട്ടേക്കാം. സോ ഗൈസ് കാണുന്ന ഏരിയയിലൊന്നും ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എക്സ്പ്ലോറിങ്ങിന് പോകണം ഗൈസ്. എക്സ്പ്ലോറിങ് ഒന്നൊക്കെ പോകുന്നൊന്നുമില്ല. ബിക്കോസ് നമ്മുടെ ഈ ഒരു ബേസ് നമുക്ക് നഷ്ടപ്പെട്ടാൽ നമുക്ക് തിരിച്ചു വരാൻ ഇച്ചിരി പണിയായിരിക്കും. ആൻഡ് ഓഫ് കോഴ്സ് ഈ ഒരു സ്ഥലത്ത് വെച്ച് പണിയായാൽ കുറച്ച് ഡേഞ്ചറാണ്. സോ ഗൈസ് നമ്മളിങ്ങനെ ചെറുതായിട്ടൊന്ന് എക്സ്പ്ലോറിങ്ങിന് ഇറങ്ങിയാണ് നമ്മുടെ ഈ ഒരു വിങ് കാര്യങ്ങളൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. ഇവിടെ ഈ ഒരു സോംബി പിഗ്ലി മാത്രമേ ഉള്ളൂ, വേറെ ആരും ഇല്ല ഗൈസ്. എന്തൊരു ഡാർക്കാണ് ഗൈസ്. നെതറിൻ്റെ ഡാർക്ക്നെസ് ഇച്ചിരി കൂടുതലാണ്, നമുക്കൊന്നും കാണുന്നില്ല. സോ ഗൈസ് നമുക്ക് ഇതുവരെ ഒരു വിതർ സ്കെൽട്ടനെ പോലും നമ്മൾ കണ്ടിട്ടില്ല. നമുക്ക് ആക്ച്വലി 3 സ്കള്ള് കിട്ടണം. ആൻഡ് സ്കള്ളെന്ന് വെച്ചാൽ അത്ര ആക്ച്വലി 5% പോലും ഡ്രോപ്പ് ഇല്ല. സോ ഗൈസ് നമ്മളിപ്പോൾ കുറച്ചവിടെ നിന്ന് ചെയ്തപ്പോൾ നമുക്ക് കുറച്ച് ഈ ഒരു സോംബി പിഗ്ലിന് അതുപോലെ തന്നെ സംഭവങ്ങളൊക്കെ വന്നു. സോ അവരുടെ ഒരു സോഡ് കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട്. അതൊക്കെ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് ഇറക്കാൻ വന്നതാണ്. വിതർ സ്കെൽട്ടൻസ് ഇച്ചിരി വന്നു, ബട്ട് സ്കള്ള് കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. നമ്മുടെ റെക്കോർഡിങ് ചെറുതായിട്ട് കട്ടായിപ്പോയി, അതിന് സോറി. സോ ഗൈസ് നമുക്ക് കിട്ടിയ സാധനം ഇവിടെ ഇങ്ങനെ കൊണ്ടുവന്ന് വെക്കുമായിരുന്നു ഞാൻ. പിന്നെ നമുക്കിനി നേരെ നമ്മുടെ ഈ ഒരു ആക്സ് ഒന്ന് എൻജാൻറ്റ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. സോ നമുക്കിതൊന്ന് ശരിയാക്കിയിട്ടുണ്ട് നമ്മുടെ ഇൻവെൻട്രി കാര്യങ്ങളൊക്കെ. സോ ഇനി നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ഒരു ആക്സ് നമ്മൾ എൻജാൻറ്റ് ചെയ്യണം. ബിക്കോസ് എന്ന് വെച്ചാൽ നമ്മൾ ഒരു സ്മൈറ്റ് 5ൻ്റെ ഒരു വെപ്പണാണ് നമ്മൾ സെറ്റ് ചെയ്തെടുക്കാൻ പോകുന്നത്. ഇതിൻ്റെ കൂടെ സോഡ് വേണം നമുക്ക് ആവശ്യമില്ല. ബിക്കോസ് എന്ന് വെച്ചാൽ 2 സോഡ് നമുക്ക് വേണ്ടത്. ഓൾറെഡി നമുക്കതിലൊരു ആക്സിൻ്റെ ആവശ്യമുണ്ട്. ആക്സ് എഫിഷ്യൻസി 5 സിൽട്ടച്ചർ ആക്സ് വേണം നമുക്ക്. അപ്പം ആ ഒരു ആക്സിൽ സ്മൈറ്റ് 5 കൂടി ഇട്ടാലോ എന്നാണ് നമ്മുടെ ഒരു താല്പര്യം. നമുക്കൊന്ന് ഫുള്ളായിട്ട് നോക്കാം വലുതുണ്ടോ എന്ന്. സോ ഗായ്സ് നമ്മളങ്ങനെ തിരിച്ച് നമ്മുടെ ഫോർട്രസിലെത്തി നമ്മൾ പണി തുടങ്ങിയിട്ടുണ്ട്. നമ്മളങ്ങനെ കുറച്ചൊക്കെ ചെയ്ത് നമുക്ക് ഗായ്സ് നമുക്കൊരു സ്കള്ള് കിട്ടി ഗായ്സ്. അങ്ങനെ നമ്മളിങ്ങനെ ചെറുതായിട്ട് കളിച്ച് നമുക്ക് സ്കള്ള് കിട്ടി ഗൈസ്. ഇത് ആക്ച്വലി നമുക്ക് കുറച്ച് മുമ്പ് കിട്ടിയ സ്കള്ളാന്ന് തോന്നുന്നു ഗൈസ്, ഞാനിത് കണ്ടില്ലായിരുന്നു ഗൈസ്. നമ്മൾ നേരെ ഇവിടെ ഒന്ന് വർക്ക് തുടങ്ങിയപ്പോൾ നമുക്ക് അങ്ങനെ ഒരു സ്കള്ള് കാര്യങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് തീരെ ലക്കില്ലെങ്കിൽ നമുക്ക് ഒരു സ്കള്ളും കൂടെ എങ്ങനെയൊക്കെ ഒപ്പിച്ചിട്ട് നമുക്ക് തിരിച്ചു പോകാൻ പറ്റും. ബട്ട് അന്ന് ലക്കിയാണ്. അന്ന് ഗൈസ് ഞാൻ ബോ വെച്ച്, അതും ലൂട്ടിങ് ഇല്ലാത്തൊരു ബോ ആണ് ഗൈസ്. ബോ വെച്ച് ഞാൻ വെറുതെ അടിച്ചപ്പം നമുക്ക് കിട്ടി സാധനം. ഡിപ്രഷൻ അങ്ങനെയൊന്നും ഇല്ല. ഇപ്പം നമ്മൾ ഫുള്ള് ലൂട്ടിങ് 3 സോഡ് കൊണ്ടാണ് വന്നിട്ടുള്ളത്. ബട്ട് സ്റ്റിൽ വല്ലതും ഇല്ല. അവിടെ ഒരു മാഗ്മ ക്രീം മാത്രമേ ഉള്ളൂ നമുക്ക് ഗൈസ്. സോ ഗൈസ് നമുക്ക് ആരെയും കാണുന്നൊന്നുമില്ല ഇവിടെ. ഹായ് ഗൈസ്, സ്കെൽട്ടൻസ് ഒരുപാടുണ്ട് ഇവിടെ. പക്ഷേ ഈ ഒരു സോംബി പോടേ അല്ല, ഇവൻ അടിച്ചാൽ പിന്നെ ഇവൻ ഉള്ള സംഘത്തെ എല്ലാം കൂടെ വിളിച്ച് വരും. അതാണ് സിനിമ. ഹൈ ഗൈസ് മാഗ്മ ക്രീം അടുത്തൻ എല്ലാവരും കൂടെ ഉണ്ട് ഇവിടെ. ബ്ലേസ് ചോറ ഗൈസ്. നമുക്ക് അങ്ങോട്ട് കയറി ചെല്ലാൻ പറ്റില്ല. കയറി ചെന്നാൽ നമുക്ക് എല്ലാവരും അടിക്കാൻ പറ്റും. കയറി ചെന്നാൽ ആക്ച്വലി ഇവരെല്ലാവരും കൂടി ഇട്ട് പൊതിയും നമ്മളെ. ബിക്കോസ് ഒരുപാട് പേരുണ്ട് അവിടെ. ഗൈസ് നമുക്കിനി എല്ലാ ബ്ലേസിനും അവിടെ നിന്ന് എടുക്കാം ഗൈസ്. ഹായ്, നീ ഇവിടെ കാത്തിരുന്നത് നന്നായി. സോ ഗൈസ് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും കിട്ടിയില്ല ഗൈസ്. നമുക്ക് ഒരു സ്കള്ളും കൂടെ എങ്ങനെയല്ലോ ഒപ്പിക്കണം ഗൈസ്. ഇവിടെ വിതർ സ്കെൽട്ടൻസ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നത്. ബട്ട് ഒരുപാട് ഇവരുണ്ട്, സോംബി പിഗ്ലിൻസ് ഉണ്ട്. അപ്പോൾ അവരെ ആരെങ്കിലും ഒരാളെ തൊടാതെ നമ്മൾ നോക്കണം കാര്യങ്ങളൊക്കെ ഗൈസ്. നമുക്കൊരു ചെസ്റ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ കാണുന്നുണ്ട്. ബട്ട് ഗൈസ് നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ കോർണർ തിരിഞ്ഞ് വരുമ്പം ഹായ് നമുക്ക് വിതറിങ് അടിച്ചിട്ടുണ്ട് ഗൈസ്.
നമ്മൾ മരിക്കാനൊക്കെ നല്ല ചാൻസ് ഉണ്ട്. പോയിസൺ പോലെയാണ് വിതറിങ്ങും. സോ നമുക്ക് നിങ്ങളൊന്ന് മാറി നിൽക്കുക. സംഘമൊക്കെ പിന്നെ കൂടെ മീറ്റിങ്ങൊക്കെ പിന്നെ നമ്മളിവിടെ ചെറിയൊരു വർക്കിന് ഇറങ്ങുമ്പോൾ അവരുടെ മീറ്റിംഗ് കാര്യങ്ങളൊക്കെ. സോ നമുക്ക് ആരെയും കാണുന്നൊന്നുമില്ല. അപ്പോൾ നമ്മളിങ്ങനെ കുറച്ച് നല്ല വർക്കിലാണ്. ഇവിടെ ബ്ലേസ്, എനിക്ക് ബ്ലേസ് ചോറയാണ് ഗൈസ്. ഇങ്ങനെ മേത്തോട്ട് ഫയർ ഇടും. സോ നമ്മൾ ആ ബ്ലേസിനെയും കൂടെ തീർത്തിട്ടുണ്ട്. സോ നമ്മളിനി തിരിച്ച് പോവാണ്. നമ്മളിങ്ങനെ ഈ ഒരു ഏരിയയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് സ്കള്ളൊക്കെ എടുക്കണം ഗൈസ്. നമ്മളിപ്പോൾ കാണിച്ചില്ല ഗൈസ്, അത്ര ഏരിയ മാത്രമേ ഞാൻ പോകുന്നുള്ളൂ. അതിലേറെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ മിസ്സിങ് ആവും ഗൈസ്. ഞാൻ മിസ്സിങ് ആവാനൊക്കെ ഭയങ്കര പെട്ടെന്ന് ആയിക്കോളും. അതുകൊണ്ടാണ് ഞാനത് ചെയ്യാത്തത്. സോ നമുക്ക് കിട്ടിയ സ്കള്ള് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ വന്ന് എടുത്ത് വെച്ചേക്കാം. നമുക്കിവിടെയുള്ള ബ്ലേസിനെയൊക്കെ നമുക്ക് ഇവിടെ മാറ്റാം ഗൈസ്. ഇവർ സ്പോണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ അവിടെ നിന്ന് വരുന്ന ടൈമിൽ സ്പോൺ ആവുന്നതാണ്. ബിക്കോസ് കുറച്ച് അടുത്തല്ലേ ഇത്. സോ നമുക്കിത് കാര്യങ്ങളൊക്കെ ഇവിടെ ഇട്ട് വെക്കാം. അതായത് നമുക്കിപ്പം 2 സ്റ്റാക്കിലധികം ബോണും 1 സ്റ്റാക്കിലധികം കോള് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് ഇവനെ പിടിക്കാൻ ഇറങ്ങിയതുകൊണ്ട്. അങ്ങനെയുള്ള ഇച്ചിരി ഗുണം കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ പിന്നെ നമ്മൾ ഈ സോഡ് കാര്യങ്ങളൊക്കെ വെച്ച് ഒറ്റൊരു നല്ല സ്റ്റോൺ സോഡാക്കി എടുത്ത് വെക്കുകയാണ്. സംഭവം നമ്മുടെ കയ്യിൽ ഉണ്ടായിക്കോട്ടെ, ബട്ട് സ്റ്റിൽ നമുക്ക് ഇങ്ങനെ ഒരുപാടെണ്ണം വേണ്ട ഗൈസ്. ഞാനിപ്പോൾ ഒരുപാടെണ്ണം കൊന്നിട്ട് കിട്ടിയതാണ് ഗൈസ്. ഇത്രയും ലൂട്ട് കാര്യങ്ങളൊക്കെ നമ്മൾ ചിരിച്ചിരി കാണിക്കുന്നുള്ളൂ ആക്ച്വലി. ബിക്കോസ് നിങ്ങൾക്ക് ബോറടിയിരിക്കും നമ്മളിങ്ങനെ ഫോട്ടോസിൽ കൂടെ നടന്ന് അവരെങ്ങനെ ഹണ്ട് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ ഈ ഒരു എപ്പിസോഡിൽ. സോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതാണെങ്കിൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മളിപ്പോൾ റോഡ് 200K ആണ്. പിന്നെ നമ്മുടെ വീഡിയോ മാക്സിമം ലൈക്ക് ചെയ്യുക ഗൈസ്. ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം നമുക്ക്. സോ നമുക്ക് ഒരു കിട്ടിയ സ്കള്ള് നമുക്ക് ഇവിടെ വെച്ച് കൊടുക്കാം. സോ നമ്മളിനി അടുത്ത വർക്കിന് ഇറങ്ങണം. നമ്മളിനി നേരെ പോവാണ്. നമ്മൾ അവിടെ നിന്ന് ഇച്ചിരി മാറി നിൽക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അപ്പം നമ്മുടെ അടുത്ത കാര്യങ്ങളൊന്നും സ്പോണത്തില്ല. അപ്പോൾ നമ്മൾ കുറച്ച് മാറി നിൽക്കും. പിന്നെ അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ അവിടെ വല്ല സ്പോണ് നടക്കണം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഈ ഒരു വിങ്ങിൽ ആരും ഇല്ല. അവിടെ കുറച്ച് പേരൊക്കെ സ്പോണായിട്ടുണ്ട്. നമുക്ക് ആ പിഗ്ലിനെ അടിക്കാതെ വല്ല ഇവനെ തീർക്കാം. പിന്നെ ഇവിടെയുള്ള നമുക്ക് അത്രയ്ക്ക് നല്ല കാര്യമല്ല, അവനെയും തീർക്കാം. ഇനി എനിക്ക് ആക്ച്വലി ഇങ്ങനെ തിരിയാൻ എനിക്ക് ഇഷ്ടമല്ലാത്ത. തിരിയുമ്പോൾ നമുക്ക് അടിയിട്ടാനൊക്കെ ചാൻസ് ഉണ്ട്. ആരെയും കാണുന്നില്ല. സ്പൂൺസ് തീരെ പോരെ ഇവിടെ. നമ്മൾ മിക്കവാറും മറ്റൊരു ഫോർട്രസ് കണ്ടുപിടിച്ച് അവിടെ ഒരു വിതർ സ്കെൽട്ടൺ ഫാം പണിയാനൊക്കെ ചാൻസ് ഉണ്ട്. ഇവിടെ തീരെ സ്പോൺ റേറ്റ് ഇല്ല. ബിക്കോസ് ക്രിംസൺ ഫോറസ്റ്റിൻ്റെ ഫ്ലോർ ഇതൊക്കെ ഒരുമിച്ചാണ്. സീസ് ഇവിടെ വേറൊരു പ്രോബ്ലം ഉണ്ട്. അത് നമ്മുടെ ഈ ഒരു സോംബി പിഗ്ലിന് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് സ്പോൺ ആവുന്നുണ്ട് ഗൈസ്. അതെന്ത് സംഭവം അറിയത്തില്ല. നമുക്കിനി അകത്ത് ചെറിയ വർക്ക് എടുക്കേണ്ടി വരും. സോംബി പിഗ്ലി മാഗ്മ ക്രീം എല്ലാവരും സ്പോൺ ആവുന്നുണ്ട് ഇവിടെ. സോ ഗൈസ് നമുക്കിനി നേരെ നമ്മുടെ ഈ ഒരു ബോക്സ് നിറക്കാം ഗൈസ്. നമ്മുടെ കിട്ടിയ ലൂട്ട് കാര്യങ്ങളൊക്കെ വെച്ചിട്ട്. ലൂട്ടിലാകെ എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ 2 സ്റ്റാക്ക് ബോൺസ് കാര്യങ്ങളൊക്കെയാണ് നല്ലതാണ് നമുക്ക് ബോൺ മീലിന് വേണ്ടി. ബിക്കോസ് നമുക്ക് അതിനുള്ള ഫാം കാര്യങ്ങളൊന്നും ഇല്ല. നമ്മുടെ ഈ ഒരു ക്രീപ്പർ ഫാം ഉണ്ട്, ബട്ട് അത് മെയിൻലി ക്രീപ്പർ ഫാം ആയതുകൊണ്ട് തന്നെ നമുക്ക് അത്രയ്ക്കില്ല. എനിക്ക് ഈ ഒരു സ്കെൽട്ടൺ ഫാം സ്പോണർ കണ്ടുപിടിക്കണമെന്നും ഇത് ഓൺലി ക്രീപ്പർ ആക്കണമെന്നും താല്പര്യമുണ്ട്. നമുക്ക് കിട്ടിയാൽ നമ്മളൊക്കെ ചെയ്യും, അത് വേറെ കാര്യം. സോ നമുക്ക് നമ്മുടെ കാര്യങ്ങളെല്ലാം ഇതിലെടുത്ത് വെക്കാം നമുക്ക് ആക്ച്വലി. അതിന് വേണ്ടിയാണ് ഞാനൊരു ഷൾക്കർ ബോക്സ് ഫുള്ള് കൊണ്ട് നമ്മുടെ ട്രിക്കിയുടെ ബോക്സസ്. അത് നമ്മുടെ ട്രിക്കിയുടെ ബോക്സ് എന്നുള്ളത് നമ്മൾ ട്രിക്കി ഈ ഡേ ബോക്സ് അങ്ങനെയൊക്കെ അത് സെറ്റ് ചെയ്തതാണ്. നമ്മൾ ഈ ഒരു വേറെ ഭാഷയിലൊക്കെ നമ്മൾ കണ്ടല്ലോ, ഇത് അതുപോലൊരു ഇതിൽ സെറ്റ് ചെയ്താണ്. സോ നമ്മുടെ സ്കള്ള് കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇവിടെ ഒരുപാട് പേര് കാര്യങ്ങളൊക്കെ സ്പോൺ ആയിട്ടുണ്ട്. നമ്മുടെ പിക്കെക്സ് കാര്യങ്ങളൊക്കെ മെൻഡിങ് കാര്യങ്ങളൊക്കെ ചെയ്തു. സോ നമ്മൾ ഇനി നമ്മൾ ഹണ്ടിങ്ങിന് ഇറങ്ങും. നമ്മൾ ഇവിടെ നിന്ന സമയങ്ങൾ നിന്നിട്ട് കാര്യമില്ല. നമ്മളിനി അടുത്തവരെ പിടിക്കാനായിട്ട് പോവാണ്. സോ നമ്മളെല്ലാം സെറ്റാണ് നമ്മുടെ ഈ ഒരു ഷൾക്കർ ബോക്സിൽ. സോ ഇനി നമ്മൾ നേരെ വിടാൻ പോവാണ്. നമ്മുടെ ഈ ഒരു ബ്ലോക്ക് എവിടെ നിന്ന് വെച്ചെന്ന് വെച്ചാൽ നമ്മൾ
സോംബി പിഗ്ലിനെ പിടിച്ചപ്പോൾ സെറ്റ് ചെയ്താണ് നമ്മൾ. ഇത് നമ്മുടെ മറ്റേ സ്കളിലും കൂടെ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വെച്ചതായിരുന്നു ഗൈസ്. നമ്മൾ നേരത്തെ സെറ്റ് ചെയ്തപ്പോൾ നമുക്ക് ഓൾറെഡി ഉള്ള സ്കളിൽ കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വെച്ച് ഗൈസ്. നമുക്കൊരു കാണുമ്പോൾ ഒരു ഇതിന് വേണ്ടി എന്താ ആരും കാണുന്നില്ല ഗൈസ്. എന്നേരം തീയിട്ടത് ഗൈസ്. ആ ഗൈസ് ഇവിടെ ബ്ലേസ് കാര്യങ്ങളൊക്കെ ഒന്നിരിക്കുന്നു. എന്താണ് എനിക്ക് ഇവിടെ പണി ഗൈസ്? അവൻ തെറിച്ച് പോയി. നമുക്ക് അവനെ തീർത്തിട്ട് പോകും, അല്ലെങ്കിൽ വേണ്ട അവൻ ജീവിച്ചോട്ടെ. കുറച്ച് ആരോസൊക്കെ വിട്ട് വെച്ചിട്ടുണ്ട്. നമ്മളിനി നേരെ പോവാണ് അങ്ങോട്ട്. സോ ആരെയും കാണുന്നില്ല. ഗൈസ് എന്താണ് ഗൈസ്? തീരെ സ്പോൺ റേറ്റ് ഇല്ല ഇവിടെ. എനിക്ക് തീരെ പറ്റിയില്ല. സോ ഗൈസ് നമുക്കങ്ങനെ 2 സ്കളിൽ എക്സ്ട്രാ കിട്ടി. അങ്ങനെ ബട്ട് കേസ് നമുക്ക് 3 കിട്ടിയില്ല. നമുക്ക് ഇവിടെ വെച്ചിട്ടുള്ള സ്കളിൽ എന്തെങ്കിലും നമ്മൾ യൂസ് ചെയ്യേണ്ടി വരും. സോ ഗൈസ് നമുക്ക് ഇത്രയും ലൂട്ട് കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടിയത്. നമ്മൾ ഇത് ഫുള്ള് ഇവരെ കൊന്നിട്ടൊന്നുമില്ല, നമുക്ക് എല്ലാവരെയും കൊന്ന് കിട്ടിയതാണ് ഇത്രയും കിട്ടിയത്. ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. നമുക്ക് അങ്ങനെ 2 സ്കളിൽ പ്ലസ് ദിസ്സാണ്. നമുക്ക് വേറെ ഒന്നും കിട്ടിയില്ല ഗൈസ്. നമ്മൾ ഒരുപാട് നോക്കി. സോ ഗൈസ് നമുക്കങ്ങനെ 3 സ്കളിൽ ഇവിടെ കിട്ടിയിട്ടുണ്ട്. നമുക്കിനി വരുന്നൊരു എപ്പിസോഡിൽ നമ്മൾ നേരെ നമ്മുടെ വിതറിനെ ടേക്ക് ചെയ്യാൻ പോകേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മളിവിടെ തന്നെ ആയിരിക്കും ചെയ്യുക. സോ ഗൈസ് നമ്മളങ്ങനെ ഈ ഒരു സ്കളിലൊക്കെ കിട്ടിയ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുകയാണ് വെറുതെ. ഇനി അടുത്ത വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. സോ ഗൈസ് നമുക്ക് നേരെ ഇതിന്ന് നമുക്ക് നമ്മുടെ മറ്റേ ലേറ്റർ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമുക്ക് വെറുതെ ഒന്ന് ഷോക്ക് വെച്ചാൽ ഗൈസ്. ബിക്കോസ് നമ്മുടെ ഈ ഒരു വിതർ സ്കാറ്ററിൻ്റെ സ്കളിലിരുന്ന സ്ഥലത്ത് നമുക്ക് അവിടെ ബ്ലാങ്ക് ആയിട്ടിരിക്കുകയാണ്. സോ അവിടെ നമുക്ക് തൽക്കാലം ഈ ഒരു ലേറ്റർ വെച്ച് കൊടുക്കാം. സോ അവിടെ ലെറ്റർ വെച്ചിട്ടുണ്ട് നമ്മൾ. സോ നമുക്ക് 3 സോൾ സാൻഡും കൂടെ എടുത്ത് നമുക്ക് എടുത്ത് വെച്ചേക്കാം. 4 സോൾ സാൻഡും കൂടെ എടുത്ത് നമുക്ക് എടുത്ത് വെച്ചേക്കാം. നമ്മുടെ വിതരണ സ്പോണുള്ള ഐറ്റംസാണ്. സോ നമ്മൾ ഇതെല്ലാം എടുത്തിട്ട് നമ്മുടെ ഈ ഒരു വേറെ ഷൾക്കർ ബോക്സിൽ എടുത്ത് വെച്ചേക്കാണ്. സീരിയസ് നമുക്ക് തന്നെ 3 സ്കളിൽ അങ്ങനെ കിഡുമായിട്ട് നമ്മൾ ഒപ്പിച്ചിട്ടുണ്ട്. കിഡുമായിട്ടൊന്നുമല്ല, നമ്മൾ നല്ല വർക്ക് എടുത്തിട്ടുണ്ട്. ആൻഡ് ഇത്ര കിട്ടിയതുള്ളൂ. ബിക്കോസ് എന്ന് വെച്ചാൽ ഇവിടെ സ്പോൺ റേറ്റ് പറ്റ കുറവാണ് ആക്ച്വലി. സോ നമ്മൾ വേറൊരു ഫോട്ടോസൊക്കെ കണ്ടുപിടിക്കണം നമുക്ക്. സോ ഗൈസ് നമ്മുടെ വർക്കെല്ലാം കഴിഞ്ഞ സ്ഥിതിക്ക് നമ്മൾ ഈ നേരം എന്നിട്ട് നമ്മുടെ ആ ഒരു പിക്കാക്സ് കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് എൻജോയ് ചെയ്യാനുണ്ട് ഗൈസ്. നമുക്കത് ഇതിൻ്റെ ഒരു വർക്കും കൂടെ നമുക്ക് സെറ്റ് ചെയ്യാം. ഇവിടെ ബുക്ക് ആൻഡ് എഫിഷ്യൻസി 3 ഒക്കെയാണ് ഗൈസ് നമുക്ക് തരുന്നത്. ഇവരെന്താണ് ഇത്? അൺബ്രേക്കിംഗ് 3, പിന്നെ ഇതിന് സിൽ ടച്ച്. സോ ഇത് വല്ല എടുക്കാം. സിൽ ടച്ച്, അൺബ്രേക്കിംഗ് 3, എഫിഷ്യൻസി 4. ഗൈസ് അത്യാവശ്യം നല്ലൊരു സംഭവം തന്നെ നമുക്കിപ്പോൾ കിട്ടിയത്. ഫയർ പ്രൊട്ടക്ഷൻ, ബെയിൻ ഓഫ് ആർത്രപോഡ്സ് 4. ഗൈസ് നമുക്ക് പറ്റുന്നൊന്നുമില്ല. സോ സിൽ ടച്ച്, അൺബ്രേക്കിംഗ് 3, എഫിഷ്യൻസി 4ൻ്റെ ഒരു പിക്കാക്സ് നമുക്ക് കിട്ടിയിപ്പം. ഇത് നമ്മുടെ ഫോർച്യൂൺ 3 പിക്കാക്സ്, സിൽ ടച്ച്, അൺബ്രേക്കിംഗ് 3, എഫിഷ്യൻസി. നമുക്ക് എഫിഷ്യൻസി 5 മെൻഡിങ് ആണ് വേണ്ടത് ഇതിന്. ഇത് എഫിഷ്യൻസി 4 മെൻഡിങ് ആണ്. നമുക്ക് അങ്ങനെ നമ്മുടെ സിൽ ടച്ച് പിക്കാക്സ് നമ്മൾ മാക്സ്ഡ് ഔട്ട് ചെയ്യാൻ പോവാണ് ഇപ്പം നമ്മുടെ ആൻവിലിൽ. സിൽ ടച്ച്, അൺബ്രേക്കിംഗ് 3, എഫിഷ്യൻസി 5 മെൻഡിങ്ങും ആണ്. ഇതിപ്പോൾ എഫിഷ്യൻസി 4 ഉള്ളത് നമുക്കൊന്ന് കിട്ടിയ നമുക്ക് ബാക്കിയെല്ലാം ഓൾറെഡി ഉണ്ടായിരുന്നു എഫിഷ്യൻസി 4 വെച്ച്. സോ അതും കൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ആക്സോടെ പ്ലീസ്. സോ നമ്മുടെ ആക്സിന് നമുക്ക് ഒന്നും കൂടെ നോക്കാം. ബെയിൻ ഓഫ് ആർത്രപോഡ്സ് 4 വേണ്ട നമുക്ക്. അതുണ്ടെങ്കിൽ സ്മൈറ്റ് 5 നിൽക്കത്തില്ല. ബട്ട് സ്റ്റിൽ ബെയിൻ ഓഫ് ആർത്രപോഡ്സ് 4 മാത്രമൊക്കെ നമുക്ക് കിട്ടിയത്. പിന്നെ എക്സ്പി നമ്മളിൽ ഒരുപാടുണ്ട്. നമ്മൾ വിതർ സ്കാറ്ററിനെയൊക്കെ ഇത്രയും നേരം ഹണ്ട് ചെയ്ത്, പിന്നെ അതുപോലെ തന്നെ ആ ബ്ലേസ് ഫാമിൽ നമ്മൾ കുറച്ച് നേരമൊക്കെ നിന്നല്ല, അങ്ങനെയൊക്കെ കിട്ടിയതാണ്. അൺബ്രേക്കിംഗ് 3 ഉള്ളൂ. നമുക്ക് നോക്കാം. ഇതിവിടെ വെച്ച് കൊടുത്തൊക്കെ പ്രൊജക്റ്റ് ചെയ്ത് പ്രൊട്ടക്ഷൻ 4 years നല്ലതാണ്. ബട്ട് നമുക്കത് വേണ്ട. നമ്മുടെ ആക്സ് ഒന്ന് നമുക്ക് ഇതൊക്കെ അൺബ്രേക്കിംഗ് 3 ഇത് അത് മാത്രമൊക്കെ തരുന്നവർ. സുഡാ ഇപ്പം ബ്ലാസ്റ്റ് പ്രൊട്ടക്ഷൻ. സോ
ഇത് വേണ്ട, നമുക്കിത് തിരിച്ചെടുക്കാം. XP നമുക്ക് അൺബ്രേക്കിംഗ് 3 സിൽ ടച്ച്, അൺബ്രേക്കിംഗ് 3 സിൽ ടച്ച്, സ്മൈറ്റ് 4, എഫിഷ്യൻസി 4. നമുക്ക് സംഭവം കിട്ടിയിട്ടുണ്ട്, നമ്മൾ ചെയ്ത് നമുക്ക് അതിന് കിട്ടിയിട്ടുണ്ട്. സ്മൈറ്റ് 4 എല്ലാം ആയിട്ടുള്ള സംഭവം ഒന്ന് കിട്ടിയിട്ടുണ്ട്. ഇത് സ്മൈറ്റ് 5 സിൽ ടച്ച് അൺബ്രേക്കിംഗ് 3. നമുക്ക് എഫിഷ്യൻസി ആണ് അതില്ലാത്ത. സ്മൈറ്റ് ഒക്കെ നമ്മുടെ ഓൾറെഡി ഉണ്ടായിരുന്നു. സോ നമ്മൾ ആ എഫിഷ്യൻസി കൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അങ്ങനെ. പക്ഷേ എഫിഷ്യൻസി 4 ആണ്, നമുക്ക് 5 വേണം. സോ നമുക്ക് ഇനി എൻജോയ് ചെയ്യേണ്ടി വരും അത്. സോ നമ്മുടെ ലെവൽ കാര്യങ്ങളൊക്കെ 28 കുറഞ്ഞു. സോ നമുക്ക് ഇന്ന് നമ്മുടെ ഈ ഒരു സിൽ ടച്ച് പിക്കാക്സ് മാത്രം നമുക്ക് ചെയ്യാം, ബാക്കി നമുക്ക് പിന്നെ ഒരു ദിവസം ചെയ്യാം. ഗൈസ് നമ്മുടെ ആനുവലിൽ എവിടെ പോയി ഗൈസ്? അതും ബ്രേക്കായി പോയി ഗൈസ്, ആനുവലെല്ലാം പോയി. സോ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരുന്നു. സോ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടൺ കൂടി. അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ഇറ്റ്സ് മീ ഷിഫ് സൈനിങ് ഔട്ട്.